ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടനെ ചോദ്യം ചെയ്യില്ല. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിന് നോട്ടീസ് നൽകില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതി അറിയിക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണനയിലിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മാസത്തിൽ 2 തിങ്കളാഴ്ചകളിൽ SITക്ക് മുന്നിൽ ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. 23കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഉപാധികളോടെ കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം നൽകിയത്. ബലാത്സംഗ കേസിൽ 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞ രാഹുൽ പുറത്തിറങ്ങിയത് പാലക്കാട് വോട്ട് ചെയ്യാനായിരുന്നു. രാഹുലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ഇന്നാണ് പരിഗണിക്കുന്നത്. രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് 8 ഇടങ്ങളിലാണെന്നുള്ള വിവരവും ലഭിച്ചിരുന്നു. വില്ലകളിലും ഫാം ഹൌസുകളിലും റിസോർട്ടുകളിലുമായിരുന്നു താമസം. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായവും രാഹുലിന് ലഭിച്ചു. മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടൻ രാഹുൽ വീണ്ടും ഒളിവിൽ പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണാൻ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയതും വാർത്തയായിരുന്നു. പാലക്കാട് കുന്നത്തൂർമേട് നോർത്തിലെ UDF സ്ഥാനാർത്ഥി M പ്രശോഭാണ് ഫലപ്രഖ്യാപനം അറിഞ്ഞ ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ MLA ഓഫീസിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി വോട്ട് ചെയ്ത വാർഡ് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു കുന്നത്തൂർമേട് നോർത്ത് വാർഡ്. 8 വോട്ടിനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥി പ്രശോഭിനെ കെട്ടിപ്പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഹ്ലാദം പങ്കുവച്ചത്. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിൽ ഉണ്ടായെങ്കിലും വിവാദം ജനങ്ങളിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാക്കുന്നത്. വടക്കൻ കേരളം വിധി എഴുതുന്ന ദിവസം ഏറെ ശ്രദ്ധ ലഭിച്ചത് കുന്നത്തൂർമേട്ടിലെ ബൂത്തിനായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിവില്ലാത്ത വിധം മാധ്യമങ്ങളും പ്രദേശത്തെ ജനങ്ങളുമെല്ലാം തമ്പടിച്ചത് ഈ ബൂത്തിലായിരുന്നു. 15 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഇവിടെ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച മികച്ച വിജയത്തിന് ശേഷം രാഹുൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും ശ്രദ്ധ നേടി. ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യുമെന്നും എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യുമെന്നായിരുന്നു രാഹുൽ കുറിച്ചത്. അതേസമയം മാങ്കൂട്ടത്തിലിനെതിരെ ഒളിയമ്പുമായി സജന B സാജനും എത്തി. കളയേണ്ടത് കളഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടി എന്നായിരുന്നു സജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ സജനയുടെ പോസ്റ്റിന് താഴെ രാഹുലിനെയല്ല സജനയെയാണ് പുറത്താക്കേണ്ടത് എന്ന വാദവുമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയെത്തി. ഇതിൽ നിന്നെല്ലാം രാഹുലിനോടുള്ള നേതൃത്വത്തിന്റെ ചായ്വ് വ്യക്തമായെന്നും കമന്റുകളുണ്ട്.